നോക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്? 1773 ഡിസംബർ 16 342 തേയിലപ്പെട്ടികൾ വലിച്ച് കടലിലേക്ക് എറിഞ്ഞു. എന്തിനാണ് ഇങ്ങനെ തേയിലപ്പെട്ടികൾ എടുത്ത് കടലിലേക്ക് എറിഞ്ഞതെന്ന് വെച്ചാൽ, ഈ ബ്രിട്ടീഷുകാർ നോർത്ത് അമേരിക്കയിൽ വന്നിപ്പോൾ അവിടെ കോളനി ആയിട്ടിരിക്കുന്നത്. അപ്പം നോർത്ത് അമേരിക്കയിൽ തേയിലയ്ക്ക് ഒരുപാട് ടാക്സ് കയറ്റി. അപ്പോൾ തേയിലയുടെ വില ഭയങ്കരമായിട്ട് ഉയർന്നു. അപ്പം അതിനെതിരെ എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? ബോസ്റ്റൺ ടീ പാർട്ടി, ഒരു കൂട്ടം ജനങ്ങൾ റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിൽ വന്ന് ബോസ്റ്റണിൽ കിടന്ന ഒരു കപ്പലിനകത്ത് നിന്ന് എന്ത് ചെയ്തു? 342 തേയിലപ്പെട്ടികളെടുത്ത് കടലിലോട്ട് എറിഞ്ഞു. അപ്പൊ അതിന് പറയുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇത് നടന്ന വർഷം 1773 ഡിസംബർ 16. 342 തേയിലപ്പെട്ടികളെടുത്ത് വലിച്ച് എങ്ങോട്ടോട്ട് എറിഞ്ഞു? കടലിലോട്ട് എറിഞ്ഞു. ഇനി പിന്നെ പറയുന്നത് എന്താണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് കുറച്ച് മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ലോക്കിടാൻ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞതാരാണ്? ജോൺ ലോക്ക്. ഇതിൽ തന്നെ ഉണ്ട് ഒരു ലോക്ക്. അപ്പൊ ജോൺ ലോക്കാണ് ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി എന്തായിരുന്നു പറഞ്ഞത്? 1773 ഡിസംബർ 16 342 തേയിലപ്പെട്ടികൾ എടുത്ത് കടലിലോട്ട് വലിച്ചെറിഞ്ഞു. ബോസ്റ്റൺ ഹാർബറിൽ കിടന്ന ഒരു കപ്പലിൽ നിന്ന് റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിൽ ബോസ്റ്റണിലെ ആൾക്കാർ എന്ത് ചെയ്തു? ഈ 342 തേയിലപ്പെട്ടികൾ എടുത്ത് കടലിലോട്ട് എറിഞ്ഞ് പ്രതിഷേധിച്ചു. ടാക്സിനെതിരെ പ്രതിഷേധിച്ചു. അതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അതിനുശേഷം പറയുന്നതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം മാതൃരാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പൊ ഈ ഇംഗ്ലണ്ടുകാരെന്ത് ചെയ്യും? ഒരു നേരം ആകുമ്പോൾ ഇറങ്ങി എല്ലാ രാജ്യങ്ങളെയും പിടിച്ചെടുക്കി കോളനി ആക്കിക്കൊണ്ടിരുന്ന കാലത്ത് ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഇവരെന്ത് ഒരുമിച്ച് കൂടി എന്ന് 1774 1774 എന്ത് ചെയ്തു? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേർന്നു. അതായത് ഇംഗ്ലണ്ടിന്റെ കോളനികളെല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? ഒരു കോൺഗ്രസ് രൂപീകരിച്ചു. അതിനെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1774 1774 ഇത് രൂപീകരിച്ചത്. ഇതിന്റെ ആസ്ഥാനം, ഇത് നടന്ന സ്ഥലം എന്ന് പറയുന്നത്, നടന്ന സ്ഥലമാണ് എന്ത്? ഫിലാഡൽഫിയ. അപ്പൊ ഫിലാഡൽഫിയയിൽ ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്നു. ഈ കോളനികളെല്ലാം കൂടെ എവിടെ ഒത്തുചേർന്നു? ഫിലാഡൽഫിയയിൽ ഒത്തുചേർന്നു. ഇതിൽ പങ്കെടുക്കാത്ത ഒരു രാജ്യമാണെന്ന് പറയുന്നത് ജോർജിയയാണ്. ജോർജിയ കോളനി ആയിരിക്കെ എന്ത് ചെയ്തില്ല? ഈ ഫിലാഡൽഫിയയിൽ എന്ത് ചെയ്തില്ല? ഒത്തുചേർന്നില്ല. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ജോൺ ലോക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മനുഷ്യന് ചില മൗലിക ആവശ്യങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ആർക്കും അവകാശം, ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് വന്നത്. റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ ബോസ്റ്റണിൽ കിടന്ന ഹാർബറിൽ കിടന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികൾ എടുത്ത് കടലിലേക്ക് എറിഞ്ഞ് പ്രതിഷേധിച്ചു. ഇതിനെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നു. ഇത് നടന്നത് 1773 ഡിസംബർ 16 ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. താങ്ക് യു.